ഷിർദി സായിബാബ ഒരു ഇന്ത്യൻ ആധ്യാത്മിക ഗുരുവായിരുന്നു ഷിർദി സായിബാബ. ഭക്തന്മാരുടെ ഇടയിൽ അദ്ദേഹം ഒരു സന്യാസി, ഫക്കീർ, ഒരു സദ്ഗുരു എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നോ ഇസ്ലാം മത വിശ്വാസിയായിരുന്നോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്കിടയിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഹിന്ദുമത വിശ്വാസിയാണെന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയെപ്പോലെ പെരുമാറുമായിരുന്നു. അതുപോലെ ഇസ്ലാം മത വിശ്വാസിയാണെന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയെപ്പോലെ പെരുമാറുമായിരുന്നു. ഹിന്ദുമതവും ഇസ്ലാം മതവും സംയോജിപ്പിച്ച നിലയിലുള്ള പ്രബോധനങ്ങളായിരുന്നു പ്രധാനമായും അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന മസ്ജിദിന് അദ്ദേഹം നൽകിയിരുന്ന പേര് ദ്വാരകാമയി എന്നായിരുന്നു. രണ്ട് മതത്തിലെയും അനുഷ്ഠാനങ്ങൾ ഒരുപോലെ അദ്ദേഹം നിർവഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ആപ്തവാക്യം സബ്കാ മാലിക് ഏക് ഹേ എന്നതായിരുന്നു. അദ്ദേഹം എപ്പോഴും മന്ത്രിച്ചിരുന്നത് അല്ലാ മാലിക് എന്ന വചനമായിരുന്നു. ഏകദേശം 16 വയസ്സ് പ്രായമുള്ളപ്പോൾ മഹാരാഷ്ട്രയിലെ ഷിർദി ഗ്രാമത്തിലെ ഒരു വേപ്പുമരച്ചുവട്ടിലാണ് ബാബ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങനെ അവിടെ എത്തിയെന്നോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരാണെന്നോ എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു തീർച്ചയുമില്ലായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തമായ ഒരു ഉത്തരവും ആർക്കും അന്ന് ലഭിച്ചിരുന്നുമില്ല. അദ്ദേഹം ഷിർദി ഗ്രാമത്തിൽ എത്തിയ കാലത്ത് ആരോടും അടുപ്പവും പുലർത്തിയിരുന്നതുമില്ല. ഏകനായി കടുത്ത വേനലിലും കൊടും തണുപ്പിലും ഗ്രാമത്തിലെ ആ വേപ്പുമരച്ചുവട്ടിൽ ധ്യാനം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്തു. സമീപത്തെ മസ്ജിദിലാണ് രാത്രികാലങ്ങൾ കഴിച്ചുകൂട്ടുക. ബാവയുടെ വസ്ത്രധാരണ രീതി അന്നത്തെ കായിക അഭ്യാസിമാരെ പോലെയായിരുന്നു. ഒറ്റ മുണ്ടും ഉടുപ്പും ധരിച്ച അദ്ദേഹം ഒരു വെളുത്ത തുണി എല്ലായ്പ്പോഴും തലയിൽ കെട്ടിയിരുന്നു. അദ്ദേഹം ഏതു മതവിശ്വാസിയാണെന്ന് ഗ്രാമവാസികൾക്ക് പോലും നല്ല തീർച്ചയില്ലായിരുന്നു. ചില സമയം ഇസ്ലാം മതവിശ്വാസിയെപ്പോലെ പെരുമാറുന്ന അദ്ദേഹം മറ്റു ചിലപ്പോൾ ഒരു ഹൈന്ദവ മതവിശ്വാസിയെപ്പോലെയും തോന്നിച്ചിരുന്നു. ഏകദേശം 3 വർഷക്കാലത്തോളം വേപ്പുമരച്ചുവട്ടിലെ ധ്യാനവും മസ്ജിദിലെ ജീവിതവും തുടരുകയും ചെയ്ത ശേഷം ബാബ ഒരു ദിവസം അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി തീർന്നു. അദ്ദേഹം എങ്ങോട്ട് പോയെന്ന് ഗ്രാമവാസികൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഏറെക്കാലങ്ങൾക്ക് ശേഷം ബാബയെ ഔറംഗബാദിലെ നിബിഡ വനത്തിനുള്ളിൽ ആളുകൾ കണ്ടെത്തി. അക്കാലത്ത് ധൂപ്ഖഡെ എന്ന ഗ്രാമമുഖ്യനായിരുന്ന ചാന്ദ് ഭായിക്ക് തൻ്റെ കുതിരയെ നഷ്ടപ്പെടുകയും ഗ്രാമത്തിലും സമീപ ഗ്രാമത്തിലും അന്വേഷിച്ചു നടന്നിട്ടും കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തു. അന്വേഷണത്തിൻ്റെ ഭാഗമായി അയാൾ ഗ്രാമത്തിനു സമീപത്തെ നിബിഡ വനത്തിലെത്തുകയും അവിടെ ഒരു മരച്ചുവട്ടിൽ ദിവ്യനായി ഒരാൾ തപസ്സു ചെയ്യുന്നത് കാണുകയും ചെയ്തു. നടന്നവശനായി എത്തിയ ചാന്ദ് ഭായിയെ ബാവ വിശ്രമിക്കാൻ ക്ഷണിക്കുകയും എന്താണ് ഈ കൊടുങ്കാട്ടിൽ തിരയുന്നതെന്ന് ആരായുകയും ചെയ്തു. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയിച്ച ഗ്രാമത്തലവനോട് ഉയരമുള്ള ഒരു മരത്തിനു മുകളിൽ കയറി നിരീക്ഷിക്കുവാൻ ബാബ ആവശ്യപ്പെട്ടു. അങ്ങനെ നോക്കവേ അകലെ പുൽത്തകിടിയിൽ മേയുന്ന കുതിരയെ അയാൾ കണ്ടെത്തി. ഈ ദിവ്യൻ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ ഗ്രാമമുഖ്യൻ ദിവ്യസന്യാസിയെ തൻ്റെ ഗ്രാമമായ ധൂപ്ഖഡയിലേക്ക് ക്ഷണിച്ചു. കുറെ ദിവസം തൻ്റെ വീട്ടിൽ അതിഥിയായി താമസിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഗ്രാമമുഖ്യന്റെ ക്ഷണം സ്വീകരിച്ച ബാബ ധൂപ്ഖഡെ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ഒരു വിവാഹ ആഘോഷം നടക്കുകയായിരുന്നു. ഗ്രാമമുഖ്യന്റെ ബന്ധുവിൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ് ആ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരുന്നത്. വധുവിൻ്റെ ഗൃഹം ഷിർദി ഗ്രാമത്തിലെന്നും ബാബ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നുമുള്ള അഭ്യർത്ഥന മാനിച്ച ബാബ വിവാഹ സംഘത്തോടൊപ്പം നാളുകൾക്ക് ശേഷം ഷിർദി ഗ്രാമത്തിലെത്തിച്ചേർന്നു. വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം ചാന്ദ് ഭായിയും അനുയായികളും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ബാബ ഷിർദി ഗ്രാമത്തിൽ തന്നെ തുടർന്നു. ബാബ നേരത്തെ ധ്യാനം നടത്തിയിരുന്ന വേപ്പുമരച്ചുവട്ടിലും സമീപത്തെ മസ്ജിദിലുമായി ജീവിതം വീണ്ടും തുടർന്നു. ഇക്കാലത്ത് ഷിർദി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മൊയ്തീൻ എന്ന ഗുസ്തിക്കാരൻ ബാബയുമായി ഒരു ഗുസ്തി മത്സരത്തിലേർപ്പെട്ടു. ഈ മത്സരത്തിൽ പരാജിതനായതോടെ ബാബ തൻ്റെ ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി.
ഗുസ്തിക്കാർ അരയിൽ ധരിക്കുന്ന വസ്ത്രവും നീളൻ കുപ്പായവും മാത്രമായിരുന്നു ബാബയുടെ വേഷം. ഉറക്കം തറയിൽ വിരിച്ച കീറിയ ചാക്കിൻ കഷ്ണങ്ങളിലായിരുന്നു. തലയിൽ വെളുത്ത തുണി കെട്ടുവാൻ തുടങ്ങി. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു നടന്ന ബാബയെ കണ്ട ഗ്രാമവാസികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ദാരിദ്ര്യം രാജപദവിയേക്കാൾ ശ്രേഷ്ഠമാണ്, ദൈവം ദാരിദ്ര്യക്കാരനോടൊപ്പമാണെന്നും പറഞ്ഞ് ബാബ അവരെ ആശ്വസിപ്പിച്ചു. ഗ്രാമത്തിലെ കടകളിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുപയോഗിച്ച് ബാബ ആ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു. വിളക്കുകൾ കൊളുത്തുന്നത് അദ്ദേഹത്തിന് സന്തോഷം നൽകിയിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ഒരിക്കൽ കടക്കാരൻ അദ്ദേഹത്തിന് എണ്ണ കൊടുക്കാൻ മടിക്കുകയും ബാബ നിരാശനാകാതെ മസ്ജിദിലേക്ക് തിരിച്ചു പോവുകയും വിളക്കുകൾ തിരിയിട്ട് എണ്ണയൊഴിച്ചു വെച്ചിരുന്ന കാലിപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കഴുകുകയും ആ വെള്ളം എല്ലാ വിളക്കുകളിലും നിറയ്ക്കുകയും തിരി കത്തിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഉജ്ജ്വല ശോഭയോടെ തിരി രാത്രി മുഴുവൻ പ്രഭ പടർത്തി. ഈ കാഴ്ച കാണാനിടവന്ന കടക്കാരൻ തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുകയും ബാബയുടെ അടുത്തുപോയി തനിക്ക് മാപ്പ് നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. എല്ലായ്പ്പോഴും സത്യവാനും നീതിമാനുമായിരിക്കാൻ ബാബ അയാളെ ഉപദേശിച്ചു. ഷിർദിയിൽ താമസിക്കുന്ന കാലത്ത് തണുപ്പ് കാലങ്ങളിൽ ബാബ കാട്ടുകമ്പുകൾ കൂട്ടിയിട്ട് തീ കായുമായിരുന്നു. തന്നെ സന്ദർശിക്കാനെത്തുന്നവർക്ക് ബാബ ഇതിൽ നിന്നുള്ള ചാരം പ്രസാദമായി നൽകുകയും ചെയ്തിരുന്നു. ഏപ്രിൽ മാസത്തിലെ രാമനവമി, ജൂലൈ മാസത്തിലെ ഗുരുപൂർണിമ, ഒക്ടോബർ മാസത്തിലെ വിജയദശമി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. 1918 സെപ്റ്റംബർ മാസം 28-ന് ബാബയ്ക്ക് ജ്വരം ബാധിക്കുകയും 2 ദിവസം നീണ്ടുനിന്ന അസുഖത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും വിജയദശമി ദിവസം മഹാസമാധിയാവുകയും ചെയ്തു. ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി.